നമ്മൾ ഒരുപാട് ഗവൺമെൻറ്റിനെ അഭിനന്ദനം അർഹിക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് പുതിയ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് ഒരു പുതിയൊരു പ്രഖ്യാപനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ നാടിനും നമ്മുടെ യുവാക്കൾക്കും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വിദ്യാർത്ഥിനികൾക്കും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റിക്കും കൂടിയുള്ള ആ ഒരു പദ്ധതിയിൽ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെ മമ്മൂക്കയും പങ്കുചേരുക. അതായത് ലഹരിക്കെതിരെ കൂട്ടമായിട്ട് അതിനെ എതിർക്കാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെ നമ്മുടെ മലയാളത്തിൻ്റെ മമ്മൂക്കയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് വരിക. അതായത് ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് വന്നത്. അതിൽ നമ്മുടെ മമ്മൂക്കയുടെ കൂട്ടായ്മയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ നാട് കുറച്ച് കാലം മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. ഒരുപാട് നല്ല സൗഹാർദ്ദത്തിലും ഒരുപാട് നല്ലൊരു രമ്യതയിലും പോയി നമ്മുടെ കേരളം എന്ന ഈ നാട് നമ്മുടെ അത്രത്തോളം നല്ലൊരു സ്റ്റേറ്റായി ഈ നാട് ഇന്ന് ലഹരിക്ക് അടിമത്തത്തിലാണ്. ഒരുപാട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും മറ്റുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ കൊള്ളയും കൊലയും കളവും അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക്. അതിനൊരു അതിരിടണം എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഈ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസ് മേധാവികളും ഇതിന് മുന്നോട്ട് വന്നതിൽ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രശ്നമുള്ളത് നമ്മുടെ കൊച്ചിയിലാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊച്ചി ജില്ലയിലാണ്. കാരണം പെരുമ്പാവൂർ എന്ന സ്ഥലത്ത് കൊൽക്കത്തയും ആസാമിലുള്ള ഒരുപാട് ആളുകൾ വന്ന് താമസിച്ചതിന് ശേഷം അവിടെ മയക്കുമരുന്നും മറ്റും ഒരുപാട് ഒഴുകിയതിനു ശേഷം ഒരുപാട് പ്രശ്നം നമുക്കറിയാം. ജിഷാവധ കേസ്, അതുപോലെ ഒരു കുട്ടിയൊക്കെ പീഡിപ്പിച്ച് കൊന്നിട്ട് അത് വേസ്റ്റ് കൂപ്പിലൊക്കെ ഇട്ട കാര്യമൊക്കെ നമുക്കറിയാം. അത് ഒരുപാട് ജില്ലകളിൽ കോഴിക്കോടായാലും മറ്റു തൃശ്ശൂരും അങ്ങനെയുള്ള നമ്മുടെ എല്ലാ മലപ്പുറം എല്ലാ ജില്ലകളും ഇപ്പോൾ വ്യാപിച്ചിരിക്കുക. അതായത് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഈ സംഭവം. അതൊക്കെ നമുക്ക് തടയിടേണ്ട ടൈം. കാരണം നമ്മുടെ നാട്ടിലെ പൗരന്മാർ നല്ല രീതിയിൽ പോകാൻ നമ്മുടെ കടമയാണ്, നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ മമ്മൂക്കും പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ട്രോളാൻ തുടങ്ങി. കാരണം മമ്മൂട്ടിയൊക്കെ ഇതിന് കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് ഗവൺമെൻറ്റായാലും മറ്റുള്ളവർ നല്ലൊരു സംഭവം ആദ്യം കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മമ്മൂക്ക. കാരണം അദ്ദേഹം ഇതിന് ആദ്യമായിട്ട് നമ്മുടെ സിഗരറ്റിന് ലഹരിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ആളാണ് പുള്ളി. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഈ നല്ല കാര്യത്തിനും എതിർക്കുന്ന ഒരുപാട് വിഭാഗം ചില ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പഠിക്കുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അത് നോക്കി മാത്രം നിൽക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എന്തായാലും ഗവൺമെൻറ്റിനും മമ്മൂക്കയുടെ കൂടെ ഇതിന് പിന്നാലെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.